മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ MRRA കേരള മാന്നാർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചെന്നിത്തല തൃപ്പെരുന്തറ പഞ്ചായത്ത് സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും ചേർന്ന് ആസൂത്രിതമായി ചെന്നിത്തല കോട്ടമുറിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ കടയുടമയ്ക്കെതിരെ വഴിയോരത്ത് ആരോ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യം വ്യാപാരിയുടേതാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 5000 രൂപ പിഴയടപ്പിച്ച നടപടിക്കെതിരെയായിരുന്നു സമരം. ചെന്നിത്തല തൃപ്പെരുന്തറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും ചേർന്ന് ആസൂത്രിതമായി ചെന്നിത്തല കോട്ടമുറിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ കടയുടമയ്ക്കെതിരെ വഴിയോരത്ത് ആരോ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യം വ്യാപാരിയുടേതാണെന്ന് ആരോപിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി 5000 രൂപ പിഴയടപ്പിച്ച നടപടിക്കെതിരെ മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ കേരള മാന്നാർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കഴിഞ്ഞ 27-ാം തീയതി ഈ പഞ്ചായത്തിലെ സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും കൂടി ഒരു വ്യാപാര സ്ഥാപനത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ അതിക്രൂരമായ നടപടി ഈ വ്യാപാരികൾക്ക് എതിരെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്ത രീതിയിലുള്ള ഒരു അവിശുദ്ധ ബന്ധം സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും തമ്മിൽ നടത്തിയ അവിശുദ്ധ ബന്ധത്തിൻ്റെ ഒരു പരിണത ഫലമാണ് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് ഈ പഞ്ചായത്തിൻ്റെ ഫലത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ ധർണ നടത്തുവാൻ ഉണ്ടായ ഒരു കാരണം. കേരളത്തിൽ ഇത്രയും സഹകരണത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുന്ന എല്ലാ പഞ്ചായത്തുകളും കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളും ഞാനൊരു പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ ഇന്നലെ പങ്കെടുത്ത ഒരാളാണ്. അവരുടെ മീറ്റിങ്ങുകളിൽ സദയം സഹകരിക്കുകയും അവരോടൊപ്പം സൗഹാർദ്ദത്തിൽ ഇടപെടുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുകയും നല്ല രീതിയിൽ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലെ മൊബൈൽ ഫോൺ വ്യാപാര മേഖലയിലെ വ്യാപാരികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ചിന്നത്തല ഗ്രാമപഞ്ചായത്തിലെ ഒരു അധികാരിയുടെ ഭാഗത്ത് നിന്ന് ആ അധികാരിയുടെ ധിക്കാരം എന്തെങ്കിലും വീട്ടിലോ നാട്ടിലോ കടയിലോ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു മാനസിക പ്രയാസമുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് സാധാരണപ്പെട്ട വ്യാപാരികളുടെ നെഞ്ചിലേക്ക് കുതിര കയറാൻ വരാവുന്ന ഒരു വ്യാമോഹത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു മാനസിക പ്രയാസത്തിന്റെ വ്യഥയാണ് ഞങ്ങൾ ഈ വേദിയിൽ എത്തിച്ചേരാൻ അവസരമൊരുക്കിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം പ്ലാസ്റ്റിക് കേരളത്തിന്റെ അനവധി മേഖലകളിലുണ്ട്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് മാസം പഞ്ചായത്ത് നിശ്ചയിക്കുന്ന തുക, ഗവൺമെന്റ് പറയുന്ന തുക 100 രൂപ വെച്ച് മാസാമാസം കൊടുക്കുകയും 600-700 സ്ക്വയർ ഫീറ്റുള്ള കുഞ്ഞു ചെറിയ മുറി കെട്ടിടത്തിൽ ഒരു മാസത്തേക്ക് കാലത്തേക്ക് ഈ പ്ലാസ്റ്റിക് ശേഖരിച്ച് വയ്ക്കുന്ന ഹതഭാഗ്യരായ വ്യാപാരികളാണ് ഞങ്ങൾക്ക് അതിൽ മാനസിക പ്രയാസമുണ്ട്. പക്ഷേ എന്താണ് ഞങ്ങൾ അതിൽ യോജിക്കുന്നത്? നാടിന്റെ നന്മയാണ് മുഖ്യം. നാടിന്റെ നന്മ കാക്കുവാൻ കേരളത്തിന്റെ സർക്കാർ തയ്യാറെടുക്കുമ്പോൾ ആ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ഈ കേരളത്തിലെ വ്യാപാര സമൂഹം തയ്യാറാണെന്നുകൊണ്ടാണ് ഈ 600-700-1000 സ്ക്വയർ ഫീറ്റുള്ള കുഞ്ഞു മുറി കടമുറിക്കുള്ളിൽ ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് ഒരു മാസം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. കോട്ടമുറിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പ് ഉടമ വിഷ്ണുവിനെതിരെയാണ് ചെന്നിത്തല തൃപ്പൂണിത്തുറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അന്യായ നടപടി സ്വീകരിച്ചതെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ചെന്നിത്തല കോട്ടമുറിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് ശിവ ബിജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ശിവജി അറ്റ്ലസ് അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ നൌഷാദ് പനച്ചമുട്ടിൽ, ജില്ലാ ട്രഷറർ ഷിബു വിനായക, സെക്രട്ടറി അജു ആനന്ദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷിനോ റാന്നി, സമദ് വെണ്ണിക്കുളം, ഹാരിസ് കറുകച്ചാൽ, ഗീവർഗീസ് ചെന്നിത്തല, യൂണിറ്റ് പ്രസിഡന്റ് അനിൽ ആനന്ദ്, സാദിഖ് ഹൈടെക്, ഫൈസൽ ഹൈടെക്, വിശാൽ കരിപ്പുഴ, ജോർജ് ഓലകട്ടി, അനീഷ് ബോഷ്, രഘൂസ് കൈലാർക്ക് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാന്നാർ.